നമസ്കാരം. ഇവിടെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ്റെ വീട്ടിൽ ഇ.ഡി. ഉദ്യോഗസ്ഥന്മാർ നടത്തിയ റെയ്ഡിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങൾ വലിയ വിവാദമായിരുന്നു. അതേ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വളരെ ഊർജിതമായി നടത്തുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചു. അത് കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട്, ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അന്നത്തെ ദിവസം. പക്ഷേ അത് സംബന്ധിച്ചുള്ള അറസ്റ്റുകളും ദ്രുതഗതിയിൽ തുടക്കത്തിൽ നടന്നു. 25ഓളം പേർ പോലീസിൻ്റെ പിടിയിലായി. പക്ഷേ അവിടം കൊണ്ട് അന്വേഷണം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. കാരണം ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 25 പേരല്ല, അതിനും അപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ ആക്രമ സംഭവത്തിൽ പങ്കാളികളായിരുന്നു എന്ന് തന്നെയുമല്ല, വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു സ്വഭാവം ആ ആക്രമണത്തിലുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആസൂത്രിതമായിട്ടുള്ളൊരു സ്വഭാവം എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല എന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്, ഗുരുതരാവസ്ഥ കൂടുതൽ ഗുരുതരമാക്കുന്നത്. കാരണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ നിസ്സംഗതയോടുകൂടിയുള്ളൊരു പെരുമാറ്റമായിരുന്നു ഈ അക്രമം തടയുന്ന കാര്യത്തിൽ ഉണ്ടായത് തുടക്കത്തിലെങ്കിലും. കാരണം 8 മണിക്കൂറോളം സമയമുണ്ടായിട്ട് പോലും കൃത്യമായിട്ടുള്ളൊരു പോലീസ് സേനാ വിന്യാസം ആ പ്രദേശത്ത് നടത്തുവാൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ളത് പോലീസിൻ്റെ പരാജയമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നമ്മളോട് പറയുന്നത്. കാരണം ഏറ്റവും പ്രധാനമായ വസ്തുത, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തിക് ആ സമയത്ത് അവധിയിലായിരുന്ന അദ്ദേഹം കൃത്യമായിട്ട് അത്തരത്തിലുള്ളൊരു അവധിയിൽ, സിറ്റി പോലീസ് കമ്മീഷണറെ പോലെ പ്രാധാന്യമുള്ളൊരു പദവിയിൽ ഇരിക്കുന്നൊരു ഉദ്യോഗസ്ഥൻ അവധിയിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതല ഔദ്യോഗികമായിട്ട് സാധാരണഗതിയിൽ തിരുവനന്തപുരം റേഞ്ച് DIG, ഇപ്പോൾ ഹിമേന്ദ്രനാഥ് എന്ന വ്യക്തിയാണ് ആ പദവിയിൽ ഇരിക്കുന്നത്, അദ്ദേഹത്തിന് കൈമാറേണ്ടതാണ്. കൃത്യമായിട്ട് അന്നത് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ധൃതി പിടിച്ച് അത്തരത്തിലൊരു കൈമാറ്റം നടന്നിട്ടുള്ളതായി നമുക്കറിയുവാൻ സാധിക്കുന്നു. പക്ഷേ ഈ സംഭവം സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കപ്പെട്ട പോലീസിൻ്റെ ഔദ്യോഗിക വിശദീകരണത്തിൽ പറയപ്പെടുന്നത്, ഈ ADGP അല്ല DIG തിരുവനന്തപുരം റേഞ്ച് ഹിമേന്ദ്രനാഥിന് ആ സമയത്ത് ഈ ഒരു സിറ്റി പോലീസ് കമ്മീഷണർ ചുമതല ഔദ്യോഗികമായി കൈമാറപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥലത്തെത്തുന്നതിൽ നിന്ന് കാലതാമസം ഉണ്ടായത്. തന്നെയുമല്ല, അദ്ദേഹം ആ സ്ഥലത്തെത്തിയത് തന്നെ ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശം ഫോണിലൂടെ ലഭിച്ചതിനെ തുടർന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വീഴ്ച പോലീസ് സേനയുടെ ഭാഗത്തു നിന്നുണ്ടായതും ED ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ അവരുടെ ജീവന് പോലും ഭീഷണിയായേക്കാവുന്ന തരത്തിലുള്ള ആക്രമണങ്ങളുണ്ടായത്. IP ബിനുവിനെ പോലുള്ള ക്രിമിനലുകൾ മുട്ടയെറിഞ്ഞ് ED ഉദ്യോഗസ്ഥരുടെ വാഹനത്തിൻ്റെ മുൻഭാഗത്തെ കാഴ്ച പൂർണ്ണമായും മറച്ച് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കൊരു പശ്ചാത്തലമൊരുക്കി ആക്രമണം വളരെ രൂക്ഷമായ രീതിയിലും വളരെ ഒരു മൃഗീയമായ രീതിയിലുമുള്ള ആക്രമണങ്ങൾ അവിടെ അരങ്ങേറിയത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് സാധൂകരിക്കുന്നതും അതുതന്നെയാണ്. ഏറ്റവും വലിയ പ്രശ്നം, പോലീസ് ഈ 25 പ്രതികളിൽ മാത്രം ഈ അന്വേഷണം ഒതുക്കി കുറ്റപത്രം സമർപ്പിക്കുവാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുവാൻ പോവുകയാണ്. മറ്റ് കുറ്റവാളികളിൽ പലരും ഉണ്ടെങ്കിൽ പോലും ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അവരെല്ലാം ഒളിവിലാണ്, പിടികിട്ടിയിട്ടില്ല എന്നുള്ളൊരു നയമാണ് കേരള പോലീസ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ തത്വമൈ ന്യൂസ് ആ ആശങ്ക പങ്കുവച്ചിരുന്നതാണ്. വീണ്ടും അതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. കേരള പോലീസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം ഇപ്പോഴും അതിശക്തമായി തന്നെ തുടരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ ഒരു ആക്രമണവും അതിന് പിന്നിൽ ഉള്ള പ്രതികളെ പിടിക്കുവാനുള്ള കാര്യത്തിൽ പോലീസിൻ്റെ ഒരു അലംഭാവവും, അല്ലെങ്കിൽ 25 പ്രതികളിൽ മാത്രമായി ഈ കേസ് ഒതുക്കി വലിയ ഗുരുതരമായ വകുപ്പുകളൊന്നും ചേർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു തുടർ നടപടികളും എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചിട്ടും പുതിയൊരു ഭരണം നിലവിൽ വരുമ്പോൾ പോലീസ് സേന എപ്പോഴും അരാഷ്ട്രീയമായിരിക്കണം പ്രവൃത്തിയിലെങ്കിലും. പോലീസുകാർക്ക് രാഷ്ട്രീയമുണ്ടാകാം, വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമുണ്ടാകാം, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാകാം. പക്ഷേ കരുത്തുള്ള കഴിവുള്ള ഒരു ഭരണാധികാരി പോലീസ് വകുപ്പിൻ്റെ ചുമതല ഏറ്റുകഴിഞ്ഞാൽ അരാഷ്ട്രീയമായി പ്രവർത്തിക്കുവാനുള്ള പരിശീലനം ലഭിച്ചൊരു സേനയാണ് കേരള പോലീസ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലോകത്തെ എല്ലാ പോലീസ് സേനയും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് ഭരണാധികാരിയുടെ കഴിവിനെയും നിശ്ചയദാർഢ്യത്തെയും ആശ്രയിച്ചിരിക്കും. രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്ക് വലിയ കഴിവൊന്നുമില്ല എന്നുള്ള ധാരണയാണ് പോലീസ് വൃത്തങ്ങളിൽ പരന്നിട്ടുള്ളതെങ്കിൽ കൃത്യമായി തന്നെ അവരവരുടെ രാഷ്ട്രീയമായ കൂറ്, യഥാർത്ഥത്തിലുള്ള കൂറ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അല്ലാത്തൊരവസ്ഥ സാധ്യമേ ആകില്ല.
രമേശ് ചെന്നിത്തല സ്വന്തം നിശ്ചയദാർഢ്യം പ്രകടിപ്പിക്കുന്നതുവരെ, പോലീസ് വകുപ്പിൽ അഴിച്ചുപണി വേണമെങ്കിൽ അത് ചെയ്യുന്നതുവരെ. ഇതൊന്നും ഒരു ഉപദേശമായിട്ട് തരുവാനുള്ള യോഗ്യതയൊന്നും മറ്റാർക്കുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭരണത്തിൽ ചില അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ പൗരനുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. പൗരൻ കയറി തീരുമാനമെടുക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത് വലിയ അരാജകത്വം സൃഷ്ടിക്കും നാടൊട്ടാകെ. പക്ഷേ ജനങ്ങളുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു പൊതുഭരണത്തിന് അനുയോജ്യമായ രീതിയിലൊരു സംവിധാനത്തെ പുനർക്രമീകരിക്കുവാനുള്ളൊരു നിശ്ചയദാർഢ്യം ഭരണാധികാരികൾക്കുണ്ടാകണം. അല്ലാതെ ഇപ്പോൾ പോകുന്നത് പോലെ കാര്യങ്ങൾ പോട്ടെ, എനിക്കെൻ്റെ മനസ്സമാധാനമാണ് വലുത് എന്നുള്ള രീതിയിലാണ് ഒരു മന്ത്രി മുന്നോട്ട് പോകുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ആഭ്യന്തരം പോലുള്ള ഇത്രയും പ്രാധാന്യമുള്ളൊരു വകുപ്പ്, നാടിൻ്റെ ക്രമസമാധാനത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള വകുപ്പ്, അല്ലെങ്കിൽ ഏക പ്രാധാന്യമുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രി ഇത്തരത്തിലുള്ളൊരു അലസമനോഭാവത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടായാൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിന് പ്രതിക്രിയകൾ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഇത് ബാധിക്കുവാൻ പോകുന്നത് ആത്യന്തികമായി രമേശ് ചെന്നിത്തലയുടെ ഒരു മന്ത്രി എന്നുള്ള തരത്തിലുള്ള കഴിവിനെയാണ്, കഴിവിൻ്റെ മേലുള്ള സംശയത്തെയാണ്, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തെയാണ്. മന്ത്രിസ്ഥാനം തെറിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കഴിവുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഉയരും. വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ സുരക്ഷിതനാണ്. കാരണം ആഭ്യന്തരത്തിൻ്റെയും വിജിലൻസിൻ്റെയും ചുമതല എനിക്കല്ല എന്ന് പറഞ്ഞ് നിസ്സാരമായി ഒഴിയുവാൻ, വൃത്തിയായി കൈകഴുകുവാൻ അദ്ദേഹത്തിന് സാഹചര്യങ്ങൾ വഴി നൽകുന്നുണ്ട്, വഴി തുറന്നിട്ടിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പോലീസ് സേനയിൽ പുനർക്രമീകരണങ്ങൾ നടത്തേണ്ടത് ഒരു മുഴുവനായിട്ടുള്ളൊരു അഴിച്ചുപണി തന്നെയാണ് വേണ്ടതെങ്കിൽ അതിലേക്കും കൂടി കാര്യങ്ങൾ നീങ്ങേണ്ട തരത്തിലാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ ഉള്ളത്. കാരണം ഈ ഒരു അന്വേഷണത്തിൻ്റെ ഒരു അട്ടിമറി സ്വഭാവം തന്നെ അതാണ് വ്യക്തമാക്കുന്നത്. ആദ്യത്തെ തുടക്കത്തിലുള്ള ED ഉദ്യോഗസ്ഥന്മാരുടെ നേരെ പ്രകടനത്തോടുകൂടി വന്ന് വെല്ലുവിളികൾ ഉയർത്തിയ സാഹചര്യത്തിൽ തന്നെ, കമ്മ്യൂണിസ്റ്റുകാർ വെല്ലുവിളികൾ ഉയർത്തിയ സാഹചര്യത്തിൽ തന്നെ അവിടെ കൃത്യമായ സേനാവിന്യാസം ഉണ്ടാകണമായിരുന്നു. അതുണ്ടായില്ല. അതിനിപ്പോൾ പോലീസുകാർ പറയുന്ന ന്യായം ED നേരത്തെ ഈ റെയ്ഡിൻ്റെ വിവരം തങ്ങളെ അറിയിച്ചില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരോട് കൂറു പുലർത്തുന്ന പോലീസുകാരുണ്ട് എന്ന് സംശയിക്കാവുന്ന ഒരു പോലീസ് സേനയെ നേരത്തെ ഇത്തരത്തിലുള്ളൊരു ഗൗരവമേറിയ റെയ്ഡിനെ സംബന്ധിച്ചുള്ള വിവരം അറിയിച്ചിട്ട് ED ഉദ്യോഗസ്ഥന്മാർ റെയ്ഡിനെത്തിയാൽ ആട് കിടന്നിടത്ത് പൂട പോലും കാണില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാകും എന്നുള്ളത് കേന്ദ്ര ഏജൻസികൾക്ക് മുൻ അനുഭവത്തിൽ നിന്നുള്ളൊരു ലഭിച്ച പാഠമാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത ഭീകര സംഘടനയുടെ നേതാക്കളെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുവാനുള്ളൊരു ശ്രമം NIA ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ആ റെയ്ഡുകളെ സംബന്ധിച്ചുള്ള വിവരം കേരള പോലീസിനെ അവർ കൃത്യമായി അറിയിച്ചിരുന്നു. ഔദ്യോഗികമായി തന്നെ ആട് കിടന്നിടത്ത് പൂട പോലുമില്ലായിരുന്നു. രണ്ടാമത്തെ തവണ കേന്ദ്രസേനയുടെ സഹായത്തോടു കൂടി ഒരു കുഞ്ഞു പോലും അറിയാതെ, കേരള പോലീസ് സേനയിൽ ഒരു കുഞ്ഞു പോലും അറിയാതെ രാത്രിക്ക് രാത്രി അല്ലെങ്കിൽ കൊച്ചു വെളുപ്പാങ്കാലത്ത് കേരളത്തിലെത്തിയ അവർ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭീകരവാദികളെ എല്ലാം തൂത്തുവാരിയെടുത്ത് തിഹാർ ജയിലിൽ കൊണ്ട് നിക്ഷേപിച്ചു. ഈ വിവരം ഇതേ രീതിയിൽ തന്നെ ഞാൻ പ്രേക്ഷകരുമായി മുൻപ് പങ്കുവച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ED കേരള പോലീസിനെ ഈ റെയ്ഡിനെ സംബന്ധിച്ചുള്ള വിവരം മുൻകൂട്ടി അറിയിച്ചില്ല എന്നുള്ള വാദം കേരള പോലീസ് സ്വയം പരിഹാസ്യരാകുന്നതിന് തുല്യമാണ്. കാരണം എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ള ചോദ്യം അപ്പോൾ വരും. ഇന്ന കാര്യം കൊണ്ട് അറിയിച്ചില്ല എന്ന് ED ഔദ്യോഗികമായൊരു വിശദീകരണം നൽകിയാൽ അതിൽ പരമൊരു നാണക്കേട് ഇനി കേരള പോലീസിന് വരാനില്ല. അതും കൂടി ആലോചിച്ചിട്ട് വേണം കേരള പോലീസ് ഇത്തരത്തിലുള്ളൊരു വാദങ്ങൾ ഔദ്യോഗികമായി ആഭ്യന്തരമന്ത്രിക്ക് എഴുതി നൽകുവാൻ എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പക്ഷേ ഈ പ്രശ്നത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കുവാനുള്ള പന്ത് രമേശ് ചെന്നിത്തലയുടെ കോർട്ടിൽ മാത്രമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ് ഇനി ഈ കേസിൻ്റെ മുന്നോട്ടുള്ള ഗതിവിഗതികൾ നിശ്ചയിക്കാൻ കഴിയുക. അതിന് പ്രാഥമികമായി പോലീസ് സേനയിലെ ഒരു പുനർസംഘടനയാണ് വേണ്ടതെങ്കിൽ അത് തന്നെ ചെയ്തുകൊണ്ട് തുടങ്ങണമെന്നുള്ളതും എൻ്റെ വിനീതമായൊരു അഭിപ്രായമാണ്. അല്ല എങ്കിൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ UDF സർക്കാർ അധികാരമേറ്റിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ളൊരു വിശകലനം മറ്റ് കാര്യങ്ങളിലൊന്നും സാധ്യമല്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അങ്ങയെ മാത്രം ലക്ഷ്യമിട്ട് അത്തരത്തിലൊരു വിശകലനം സാധ്യമാകും. കാരണം ഇതിലൊരു തീരുമാനമെടുക്കുക എന്നുള്ളത് അങ്ങയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ തരുണത്തിൽ അങ്ങയുടെ മാത്രം ബാധ്യതയാണ്. ആ ബാധ്യത ഒരുപക്ഷെ അങ്ങയ്ക്ക് സഹായകരമായ രീതിയിൽ, അങ്ങ് ഒരു കഴിവുള്ള നിശ്ചയദാർഢ്യമുള്ള ആഭ്യന്തരമന്ത്രിയാണെന്ന് തെളിയിക്കുവാനുള്ളൊരു സാഹചര്യം കൂടിയായിരിക്കും. അത് എങ്ങനെ അങ്ങ് ഉപയോഗിക്കുമെന്നുള്ളത് അങ്ങിൽ മാത്രം നിക്ഷിപ്തമായൊരു തീരുമാനമാണ്, ഒരു പ്രവൃത്തിയാണ്. അത് ചെയ്താൽ അങ്ങയുടെ ശേഷി ജനം അംഗീകരിക്കും. അല്ല എങ്കിൽ കേന്ദ്രം
കേന്ദ്രത്തിന് എടുക്കേണ്ട നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോകും. കോടതികളിൽ പോലും ഇത്തരത്തിലുള്ളൊരു ആക്രമണത്തിന്, ആസൂത്രിതമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു ആക്രമണത്തിന് കോടതികളിൽ നിന്ന് പോലും ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം പ്രതികൾക്ക് ലഭിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനം ഈ വിഷയത്തിൽ അങ്ങ് എടുത്താൽ പോലും അങ്ങേ വിമർശിക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കും. അഭിനന്ദിക്കുന്നവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ മുഴുവനുണ്ടാകും. അത്രമാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. പ്രേക്ഷകരുടെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഈ സംവാദങ്ങൾ പൊതുമധ്യത്തിലെത്തി ഭരണകർത്താക്കൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ വിഷയത്തിൽ. നിങ്ങളുടെ ആ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.